ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക് എടുക്കുന്നതെന്ന് വെച്ചാൽ പവർ സിസ്റ്റത്തിൽ 5th മൊഡ്യൂളിലാണ് എക്കണോമിക് ഡിസ്പാച്ച്. എക്കണോമിക് ഡിസ്പാച്ച് എന്ന 5th മൊഡ്യൂളിൽ 2 പാർട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എക്കണോമിക് ഡിസ്പാച്ചും സെക്കൻഡ് പാർട്ട് യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റും. എക്കണോമിക് ഡിസ്പാച്ചിൽ 3 സെക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് വണ്ണ് ഡിസ്പാച്ച് വിത്തൗട്ട് കൺസിഡറിങ് ലോസസ്, ട്രാൻസ്മിഷൻ ലോസസ്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഡിസ്പാച്ച് ഇൻക്ലൂഡിങ് ട്രാൻസ്മിഷൻ ലോസസ്. എന്താണ് എക്കണോമിക് ഡിസ്പാച്ച് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. എക്കണോമിക് ഡിസ്പാച്ചിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് ഈസ് പെർഫോംഡ് ടു ഡിറ്റർമിൻ ദി ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് ഓഫ് ജനറേറ്റർ ടു മിനിമൈസ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ജനറേറ്റേഴ്സ്. വേറെ തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് total load demand over the available generating units actually working in parallel so as to minimize the total operating cost. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് സോ ആസ് ടു മിനിമൈസ് ദി ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമ്മുടെ ഈ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരെല്ലാവരും പവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതിലെന്താ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് പവർ കൺസംഷൻ കൂടും, യൂസേജ് കൂടും. ദെൻ ഒരു മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ പവർ യൂസേജ് കൂടും, മോട്ടർ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസംഷൻ കുറയും. പക്ഷേ ഇത് എപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ആക്കും, എപ്പോൾ മോട്ടർ ഓഫാക്കും എന്നുള്ളതൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, KSEBക്കാർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് AC-യിലാണ്, ഉപയോഗിക്കുന്നത് AC-യിലാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓരോ സമയത്തും എത്രയാണോ ഡിമാൻഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എത്രയാണോ ആവശ്യം അത്രയും എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. ആ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ എന്താണ് പറയുക, KSEBിൻ്റെ അണ്ടറിലുള്ള ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആണ്. അതിൽ പള്ളിവാസൽ 37 മെഗാവാട്ട്, സെങ്കുളം 51 മെഗാവാട്ട്, നേര്യമംഗലം 52 മെഗാവാട്ട്, പന്നിയാറ്, പെരിങ്ങൽകൂത്ത്, ഷോളയാറ്, ശബരിഗിരി, കുറ്റിയാടി, ഇടുക്കി, ഇടമലയാറ്, കല്ലട, പേപ്പാറ, മാട്ടുപ്പെട്ടി, കക്കാട്, മലമ്പുഴ, ഉറുമി സ്റ്റേജ്, മലങ്കര, കുറ്റ്യാടി, ട്രയൽ, പൂഴിന്തോട്, റാന്നി, പീച്ചി, വേലങ്ങാട്, ചിമ്മണി, അടയമ്പാറ. ഇത്രയും നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രോ പവർ പ്ലാന്റുകൾ കേരളത്തിൽ എന്തിന് KSEBിൻ്റെ അധീനതയിലുണ്ട്. അതേപോലെ വിൻഡ്, കഞ്ചിക്കോട് ഒരു വിൻഡ് യൂണിറ്റ് ഉണ്ട് 2 മെഗാവാട്ടിൻ്റെ. അതേമാതിരി തെർമൽ പവർ പ്ലാന്റുകളുണ്ട് കേരളത്തിൽ. ബ്രഹ്മപുരത്ത് ഒരു 63 മെഗാവാട്ടിൻ്റെ ഉണ്ട്. കോഴിക്കോട് നല്ലടത്തൊരു 96 മെഗാവാട്ടിൻ്റെ ഉണ്ട്. സോളാർ കേരളത്തിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഒരു 1 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ജനറേറ്റിംഗ് യൂണിറ്റ്സ് കിടക്കുന്നത്. അതേമാതിരി എന്താണ്, കൺസ്യൂമേഴ്സ് എന്താണ് ത്രൂ ഔട്ട് ദി കേരള സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യണം, ഇത്രയും ജനറേറ്റിംഗ് യൂണിറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, എന്താണ് പറയുക, ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യണം. കൺസ്യൂമേഴ്സിന് എത്ര മെഗാവാട്ടാണ് ഉപയോഗിക്കുന്നത് അത്രയും മെഗാവാട്ട് അറ്റ് എ ടൈം എന്ത് ചെയ്യണം, നമ്മൾ ജനറേറ്റ് ചെയ്യണം. കാരണം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കുറവ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡിമാൻഡ് മീറ്റ് ചെയ്യില്ല. അതിപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്ര ജനറേറ്റിംഗ് യൂണിറ്റ്സിൽ വെച്ചിട്ടാണ് ഈ ലോഡ്, ഇപ്പോൾ 100 മെഗാവാട്ടാണ് ലോഡ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കാരണം നമ്മുടെ കയ്യിലുള്ള ജനറേറ്റിംഗ് യൂണിറ്റ്സിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എക്കണോമിക് ഡിസ്പാച്ച് നോക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ വെക്കുന്ന ക്രൈറ്റീരിയ എന്താണ്, മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മിനിമം കോസ്റ്റിൽ എന്ത് ചെയ്യണം, ഇത്രയും ജനറേറ്റിംഗ് യൂണിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, എത്രയാണോ ഡിമാൻഡ്, എത്രയാണോ ആവശ്യമുള്ള പവർ അത്രയും ജനറേറ്റ് ചെയ്യണം. ആ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റാണ് എന്താണ് എക്കണോമിക് ഡിസ്പാച്ചിൽ നമ്മൾ പഠിക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ജനറേറ്റിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ടോട്ടൽ വരുന്നത് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. ഫ്യൂവൽ കോസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും, മെയിൻ്റനൻസ് കോസ്റ്റ് വരും, ലേബർ കോസ്റ്റ് വരും. 3 ഫ്യൂവൽ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ലേബർ കോസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫ്യൂവൽ കോസ്റ്റ് ആണ്. ഔട്ട് ഓഫ് വിച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് ലേബർ കോസ്റ്റ് ആർ നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ഫ്യൂവൽ കോസ്റ്റ്. ഫ്യൂവൽ കോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മെയിൻ്റനൻസ് ലേബർ കോസ്റ്റും കുറവാണ്. അപ്പോൾ അത് നമ്മൾ താരതമ്യേന പരിഗണിക്കാറില്ല. ദെൻ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ മെയിൻ കൺസിഡർ ചെയ്യുന്നത് എക്കണോമിക് ഡിസ്പാച്ചിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഫ്യൂവൽ കോസ്റ്റ് ആണ്.
ഇഫ് ദി ഇൻപുട്ട് ഈസ് ടേക്കൺ ആസ് റുപ്പീസ് പെർ അവർ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മണിക്കൂർ പവറിന് എത്ര രൂപ എന്നുള്ളതാണ്, റുപ്പീസ് പെർ അവർ. ദെൻ ദി ഫ്യൂൽ കോസ്റ്റ് ഓഫ് എ തെർമൽ പ്ലാന്റ് ഈസ് റിട്ടൺ ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ ഫ്യൂൽ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുക FI ഓർ CI രണ്ടെണ്ണമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. ഒന്നില്ലെങ്കിൽ F1 F2 F3 എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, അല്ലെങ്കിൽ C1 C2 C3. അത് അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ കോസ്റ്റിൽ F എടുക്കും ഫ്യൂവലിൽ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഉണ്ടാവും കോസ്റ്റിൻ്റെ C എടുക്കും. രണ്ടായാലും ഫ്യൂൽ കോസ്റ്റാണ്. ചിലവർ ലെറ്റർ Fൽ റെപ്രസെൻറ്റ് ചെയ്യും, മറ്റവർ എന്ത് ചെയ്യും Cയിൽ റെപ്രസെൻറ്റ് ചെയ്യും. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് 1/2 ഇൻറ്റു AI/PGI² പ്ലസ് D1/PGI പ്ലസ് DI. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓഫ് ഫ്യൂൽ കോസ്റ്റ്. വേർ PGI, ഇതിൽ PGI എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ജനറേഷൻ ഓഫ് ith യൂണിറ്റ്. PG എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ പവറാണ്. P എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ് ഓഫ് ith യൂണിറ്റ്. നമ്മൾ ആദ്യം ഒരു യൂണിറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ PGIക്ക് 1 കൊടുക്കും, അപ്പോൾ PG 1 ആകും. 2 യൂണിറ്റിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് എന്ത് ചെയ്യും 2 കൊടുക്കും, അപ്പോൾ PG 2 കൊടുക്കും ഐക്ക്. അങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അപ് ടു N വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ AI എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റിങ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഹാഫ് AI/PGI² AI എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റിങ് മെയിൻ്റനൻസ് കോസ്റ്റാണ്. സിമിലർലി BI എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റിങ് ഫ്യൂൽ കോസ്റ്റാണ്. ദെൻ അടുത്ത DI എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റിങ് ലേബർ കോസ്റ്റാണ്. ഡയഗ്രാമാറ്റിക്കലി ഫ്യൂൽ കോസ്റ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ X ആക്സിൽ നമ്മൾ പവർ എടുക്കും, ആക്റ്റീവ് പവർ ജനറേഷൻ PGI. Y ആക്സിൽ നമ്മൾ എന്ത് ചെയ്യണം ഫ്യൂൽ കോസ്റ്റ് FI എന്ന് എടുക്കും, അല്ലെങ്കിൽ CI എന്ന് എടുക്കും, ഏത് ലെറ്റർ ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കർവിലുള്ള കർവാണ് ഫോം ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഇതിൽ മിനിമം പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ്. If the input is taken as rupees per hour, then the ratio of delta F divided by delta P is called incremental cost, otherwise IFC. നമ്മൾ എന്ത് ചെയ്യാണ് ഫ്യൂൽ കോസ്റ്റ് ഉണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു P. മുന്നൊരു ഇക്വേഷൻ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ കോസ്റ്റിൻ്റെ 1/2 AI/PGI² പ്ലസ് BI/PGI പ്ലസ് DI. അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് FIനെ വിത്ത് റെസ്പെക്ട് ടു PGI. ദാറ്റ് ഈസ് IFC equal to delta F divided by delta PGI equal to ഹാഫ് AI/PGI² എന്തായിട്ട് മാറും, PGI² എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും 2 PGI ആവും. ആ 2 വെട്ടി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും AI ഇൻറ്റു PGI പ്ലസ് BI ഇൻറ്റു PGI എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, X ആണ്, X പോലെയാണ് ആക്ട് ചെയ്യുക. PGIൻ്റെ വിത്ത് റെസ്പെക്ട് ടു PGI ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ എന്തുണ്ടാവും AI/PGI പ്ലസ് BI മാത്രമായിട്ട് ചുരുങ്ങും. DI എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് 0 ആണ്. ദെൻ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ F ഡിവൈഡ് ബൈ ഡെൽറ്റ PGI ഈസ് ഈക്വൽ ടു AI/PGI പ്ലസ് BI. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റുപ്പീസ് പെർ മെഗാവാട്ട് ആണ്. മുന്നത്തെ ഫ്യൂൽ കോസ്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റുപ്പീസ് പെർ ആണ്. ഇതിലെന്താണ് ഡിവൈഡഡ് ബൈ P, പവർ ഡിവൈഡ് ചെയ്യും. പവറിൻ്റെ യൂണിറ്റ് ഇവിടെ ഇങ്ങനെ മെഗാവാട്ടിലെടുക്കുക. ദെൻ യൂണിറ്റ് എന്തായിട്ട് മാറും റുപ്പീസ് പെർ മെഗാവാട്ട്. ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നത്തെ ഇതിലെന്താണ് കർവാണ് വരിക, കർവാണ്. പക്ഷേ നമ്മൾ ഇതിലെന്തായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഈ കർവ് എന്തുണ്ടാവും ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യും. ഞാൻ അതിൽ വരക്കാൻ വിട്ടുപോയതാണ്. മുന്നത്തെ കർവ് എന്നുള്ള ഷേപ്പ് എന്തായിരിക്കും ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാവും. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് മാതിരി എന്താണ് VAR വരച്ചിട്ടില്ലേ ഒരു സ്ട്രെയിറ്റ് ലൈന്, അതേമാതിരി എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇതിൽ കിട്ടുക. ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ദെൻ ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താ പറയുന്നത് എക്കണോമിക് ഡിസ്പാച്ച് ഓഫ് തെർമൽ പ്ലാന്റ്സ് നെഗ്ലക്റ്റിംഗ് ലൈൻ ലോസസ്. മുന്നേ പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസ് ട്രാൻസ്മിഷൻ ലോസസ് കൺസിഡർ ചെയ്തിരുന്നില്ല. അതായത് കൺസംഷൻ 100 മെഗാവാട്ടാണോ ഈ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ 100 മെഗാവാട്ടാണ് ജനറേറ്റ് ചെയ്തിരുന്നുള്ളൂ. പിന്നീട് മനസ്സിലായി എന്ത് ചെയ്യണം 100 മെഗാവാട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പറയുക 100 മെഗാവാട്ട് അവിടെ എത്തൂല. അപ്പോൾ എന്ത് ചെയ്യണം ട്രാൻസ്മിഷൻ ലോസ് കൺസിഡർ ചെയ്യേണ്ടി വരും. അത് രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ലോസസ് കൺസിഡർ ചെയ്യാത്തതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തുണ്ടാവും ഡയറക്റ്റ് എത്രയാണോ ഡിമാൻഡ് അത്രയും മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ സെക്ഷനിൽ കൺസിഡർ n നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് ഉണ്ട്. P1 ഫസ്റ്റ് യൂണിറ്റ് P1, സെക്കൻഡ് യൂണിറ്റിൻ്റെ P2 എക്സെട്ര അപ് ടു Pn. അതിന് മൊത്തത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സിഗ്മ I is equal to 1 to n PGI എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എത്ര യൂണിറ്റാണെന്ന് വെച്ചാൽ I is equal to 1 to n, 4 ആണെന്ന് വെച്ചാൽ I is equal to 1 to 4 അങ്ങനെ കൊടുത്താൽ മതി. സോ ആസ് ടു മീറ്റ് ദി ടോട്ടൽ ഡിമാൻഡ് PD. ഡിമാൻഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ PD ആണ്.
ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n PGI. ടു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്, മിനിമം കോസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ എന്ത് വേണം, എത്രയാണോ ആവശ്യം അത്രമാത്രം ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് PD, ഡിമാൻഡ് പവർ ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n PGI. ദാറ്റ് മീൻസ് നമ്മുടെ ഇതിൽ എത്ര ജനറേറ്റിംഗ് യൂണിറ്റ് ആണെന്ന് വെച്ചാൽ ഉള്ളത് അത്രയും വെച്ചിട്ട് എന്ത് ചെയ്യണം, ലോ ഡിമാൻഡ് മീറ്റ് ചെയ്യണം. ഇതിനൊരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ദ എബോവ് ഇക്വേഷൻ ഈസ് റീ റിട്ടൺ ആസ്, അതിലെന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ PD മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n PGI ഈക്വൽ ടു 0 വരും. അത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. റൈറ്റ് സൈഡിൽ പിന്നെ ഒരു ടേം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തിനാവും, ഈക്വൽ ടു 0. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്. ആ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, F is equal to FT plus lambda F. ഇതിൽ F എന്ന് പറയുന്നത് ഫ്യൂൽ കോസ്റ്റ്, FT എന്ന് പറയുന്നത് ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ്, പ്ലസ് ലാംഡ ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ്. അതൊരു ലഗ്രാഞ്ച് കോൺസ്റ്റൻ്റ് ആണ്. ആ സ്മോൾ ലെറ്റർ എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്തായിട്ട് മാറും, F is equal to FT plus ലാംഡ ഇൻറ്റു PD മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n PGI ആയി മാറും. ദി ടോട്ടൽ കോസ്റ്റ് ബിക്കം മിനിമം. ടോട്ടൽ കോസ്റ്റ് നമ്മൾ മിനിമം ആക്കാൻ എന്ത് ചെയ്താൽ മതി, എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു PGI. ദാറ്റ് ഈസ് ഡെൽറ്റ ഡോ എഫ് ബൈ ഡോ PGI ഈക്വൽ ടു 0. 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും, മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് എഫ് എന്നുള്ള ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു PGI ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ PGI. റൈറ്റ് സൈഡിൽ എന്ത് വരും, ഈക്വൽ ടു ഡോ FT ബൈ ഡോ PGI പ്ലസ് ലാംഡ ഇൻറ്റു ഡോ PD ഡിവൈഡഡ് ബൈ ഡോ PGI മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡോ PGI ഡിവൈഡഡ് ബൈ ഡോ PGI ഈക്വൽ ടു 0. ദെൻ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്താണ്, 0 ഇക്വേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡോ FT. ദെൻ റൈറ്റ് സൈഡിൽ ഡോ FT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റാണ്. ആ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റിൽ എന്തുണ്ടാവും, എല്ലാ യൂണിറ്റിൻ്റെയും ഫ്യൂൽ കോസ്റ്റ് വരും. എത്ര യൂണിറ്റാണ് നമ്മുടെ കയ്യിൽ അത്രയും വരും. അത് ദാറ്റ് മീൻസ് ഡോ ഓഫ് F1 പ്ലസ് F2 എക്സെട്ര. അതിൻ്റെ ഇടയിലുള്ള ഒരു ടേമാണ് എന്ന് പറയുന്നത് FI എന്ന് പറയുന്ന ടേം, പ്ലസ് എക്സെട്ര അപ് ടു FN ഡിവൈഡഡ് ബൈ ഡോ PGI പ്ലസ് ലാംഡ ഇൻറ്റു ഡോ PD ഡിവൈഡഡ് ബൈ ഡോ PGI മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡോ PGI ഡിവൈഡഡ് ബൈ ഡോ PGI ഈക്വൽ ടു 0. ദെൻ ഫസ്റ്റ് ടേം ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ്, അതിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടേം ഉണ്ട്, F1 മുതൽ FN വരെ ഉണ്ട്. അതിൽ FI എന്നുള്ള ടേമിന് മാത്രമാണ് ഡോ PGI ഡിഫറൻഷ്യേറ്റ് ചെയ്യൽ പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. ബാക്കിയുള്ളതിനായിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആകും. ഫസ്റ്റ് ടേം പറഞ്ഞു കഴിഞ്ഞാൽ ഡോ F1 ബൈ ഡോ PGI 0 ആകും, ഡോ F2 ബൈ ഡോ PGI 0 ആകും. അങ്ങനെയല്ല ഡോ FI ബൈ ഡോ PGI എന്നുള്ള ടേം മാത്രം നിലനിൽക്കും. പ്ലസ് എക്സെട്ര റൈറ്റ് സൈഡിലെ ഡോ FN ബൈ ഡോ PGI ബാക്കി എല്ലാതും എന്തുണ്ടാവും, 0 ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിട്ട് ചുരുങ്ങും, ഡോ FI ഡിവൈഡ് ബൈ ഡോ PGI പ്ലസ് ലാംഡ ഇൻറ്റു ഡോ PD ബൈ ഡോ PGI. PD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് പവറാണ്. അത് 100 മെഗാവാട്ട് 110 മെഗാവാട്ട് അങ്ങനെ ഒരു വാല്യൂ മാത്രമായിരിക്കും, ഒരക്കം മാത്രമായിരിക്കും. ആ അക്കത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തുണ്ടാവും, 0 കിട്ടും. അപ്പോൾ ലാംഡ ഇൻറ്റു 0 മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡോ PGI ബൈ ഡോ PGI എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതെന്തുണ്ടാവും, വെട്ടി പോകുമ്പോൾ എന്തുണ്ടാവും, 1 എന്നല്ലേ കിട്ടും. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് ചുരുങ്ങും, ഡോ FI ബൈ ഡോ PGI പ്ലസ് ലാംഡ ഇൻറ്റു 0 മൈനസ് 1 ഈക്വൽ ടു 0. ദെൻ ഡോ FI ബൈ ഡോ PGI മൈനസ് ലാംഡ ഇൻറ്റു 0 പ്ലസ് ലാംഡ ഇൻറ്റു 0 എന്നാൽ 0 വരും, പ്ലസ് ലാംഡ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ വരും. അപ്പോൾ എന്തായാലും ഇക്വേഷൻ മാറും, ഡോ FI ഡിവൈഡഡ് ബൈ ഡോ PGI മൈനസ് ലാംഡ ഈക്വൽ ടു 0. ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് ലാംഡ അപ്പുറത്തോട്ട് കൊണ്ടുപോയി റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും, ഡോ FI ഡിവൈഡ് ബൈ ഡോ PGI ഈക്വൽ ടു ലാംഡ. ഇതാണ് എക്കണോമിക് ഡിസ്പാച്ച് ഓഫ് തെർമൽ പ്ലാന്റ്സ് നെഗ്ലക്റ്റിംഗ് ലൈൻ ലോസസിൻ്റെ ഇക്വേഷൻ. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ ഈക്വൽ ടു ഡോ FI ഡിവൈഡഡ് ബൈ ഡോ PGI. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ടതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്, 2018 ഏപ്രിൽ 2018 ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് 3 ദി ഫ്യൂൽ കോസ്റ്റ് ഓഫ്
ഫങ്ഷൻസ് ഓഫ് 3 തെർമൽ പ്ലാന്റ്സ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് 3 ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. ഇഫ് ദി ടോട്ടൽ ഡിമാൻഡ് ഈസ് 800 മെഗാവാട്ട്, അതായത് 800 മെഗാവാട്ടാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 800 ആ 800 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 3 പവർ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. C1 ഇസ് ഈക്വൽ ടു 500 പ്ലസ് 5.3 P1 പ്ലസ് 0.004 P1 സ്ക്വയർ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ദെൻ C2 ഈക്വൽ ടു 400 പ്ലസ് 5.5 P2 പ്ലസ് 0.006 P2 സ്ക്വയർ. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ C3 ഈക്വൽ ടു 200 പ്ലസ് 5.8 P3 പ്ലസ് 0.009 P3 സ്ക്വയർ. ഫൈൻഡ് ദി പവർ ജനറേറ്റഡ് ബൈ ഈച്ച് പ്ലാന്റ്. ഓരോ യൂണിറ്റും എത്ര വെച്ചിട്ട് ജനറേറ്റ് ചെയ്യണം? 800 നമുക്ക് വേണ്ടത്. ആ 800 മെഗാവാട്ടിക്ക് ഓരോ യൂണിറ്റും എത്ര മെഗാവാട്ട് ജനറേറ്റ് ചെയ്യണം? കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം കോസ്റ്റിലാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആ ഇക്വേഷൻ എടുത്തു. അതിൽ ഒന്നില്ലെങ്കിൽ C1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ F1 എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ F1 എടുത്തു. ഫ്യൂൽ കോസ്റ്റ് 2 ഫ്യൂൽ കോസ്റ്റാണ്. അതിൽ F1 എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് F1 എടുത്തു. ആ ഇക്വേഷൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും? F1 ഇസ് ഈക്വൽ ടു 0.004 P1 സ്ക്വയർ പ്ലസ് 5.3 P1 പ്ലസ് 500. F2 ഇസ് ഈക്വൽ ടു 0.006 P2 സ്ക്വയർ പ്ലസ് 5.5 P2 പ്ലസ് 400. F3 is equal to 0.009 P3 square plus 5.8 P3 plus 200. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. അത് റൈറ്റിലുള്ളത് ഇതിന് അങ്ങോട്ടോട്ട് മാറ്റിയിട്ടു. then എന്ത് ചെയ്തു? F1 F2 F3 കിട്ടി. അതിനെന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്താണ് ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? F1നെ P1 വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡോ F1 ബൈ ഡോ P1. അതേമാതിരി F2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. P2 വെച്ചിട്ട് ഡോ F2 ബൈ ഡോ P2, ഡോ F3 ബൈ ഡോ P3. അങ്ങനെ എത്ര പ്ലാന്റ് ആണോ നമ്മുടെ കയ്യിൽ വെച്ചാൽ അതിനൊക്കെ അതേമാതിരി ചെയ്യുക. ഡോ F1 ബൈ ഡോ P1, ഡോ F2 ബൈ ഡോ P2, ഡോ F3 ബൈ ഡോ P3. നാലാമത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ ഡോ F4 ബൈ ഡോ P4 അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ എന്തുണ്ടാകും? 0.004 P1 സ്ക്വയർ എന്നുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? 0.008 P1 കിട്ടും. 5.3 P1 എന്തുണ്ടാകും? 5.3 കിട്ടും. സിമിലർലി ഡോ F2 ബൈ ഡോ P2 എന്തിട്ടാവും? 0.012 P2 പ്ലസ് 5.5. ഡോ F3 ബൈ ഡോ P3 സിക്കൽ ടു 0.018 P3 പ്ലസ് 5.8. 500, 400, 200 എന്നുള്ള അപ്പുറത്തുള്ള D1 എന്നുള്ള വാല്യൂ, D എന്നുള്ള വാല്യൂ ഒക്കെ എന്ത് ചെയ്യണം? 0 പോകും. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇതിൽ ആർക്കും വലിയ സംശയം വരില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്ത് ചെയ്യണേ? ലോസസ് ഇല്ലാത്തതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ സിക്കൽ ടു DF ബൈ ഡോ F ബൈ ഡോ PI ആണ്. അവിടെ ഡോ F1 ബൈ ഡോ P1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാംഡ എന്താണ്? FI എന്നുള്ളതിൽ ഐക്ക് 1 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ലാംഡ സിക്കൽ ടു ഡോ F1 ബൈ ഡോ P1 എന്തുണ്ടാവും? A1 PG1 പ്ലസ് B1 കിട്ടും. സിമിലർലി ലാംഡ സിക്കൽ ടു എന്താണ്? ഐക്ക് 2 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? DF2 ബൈ DP2 ഈക്വൽ ടു A2 PG2 പ്ലസ് B2. ലാംഡ സിക്കൽ ടു A3 PG3 പ്ലസ് B3. ഈ A1 A2 A3 B1 B2 B3 എന്നുള്ളത് കിട്ടുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ എന്ത് ചെയ്യാണ്? ഇവിടെ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതാ FI എന്നുള്ള ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് F1 വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോ F1 ബൈ ഡോ P1 എന്തുണ്ടാവും? A1 PG1 പ്ലസ് B1 കിട്ടും. ഡോ F2 ബൈ ഡോ P2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ A2 PG2 പ്ലസ് B2 കിട്ടും. അങ്ങനെ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ് നമ്മൾ കാണും. A1 PG1 പ്ലസ് B1. ദെൻ അതിന് PG1 കാണാൻ ഇക്വേഷൻ എന്തുണ്ടാവും? PG1 മാത്രമാണ് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കിട്ടുന്നത് എന്താണ്? ലാംഡ മൈനസ് B1 ഡിവൈഡഡ് ബൈ A1 കിട്ടും. രണ്ടാമത്തേന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ PG2 സിക്കൽ ടു ലാംഡ മൈനസ് B2 ഡിവൈഡഡ് ബൈ A2 കിട്ടും. മൂന്നാമത്തെ ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PG3 ഈക്വൽ ടു എന്തുണ്ടാവും? ലാംഡ മൈനസ് B3 ഡിവൈഡഡ് ബൈ A3 കിട്ടും. ഇനി നമുക്ക് എത്രയാണോ ഡിമാൻഡ് നോക്കുക. ദി ടോട്ടൽ ഡിമാൻഡ് ഈസ് ഗിവൺ ആസ് PD ഈക്വൽ ടു ഡിമാൻഡാണ് 800 മെഗാവാട്ട്. ആ 800 ആരൊക്കെ വെച്ച് നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 3 യൂണിറ്റ്. 3 യൂണിറ്റ് കൂടി ജനറേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് 800 ജനറേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് P1 പ്ലസ് PG2 പ്ലസ് PG3 ഈക്വൽ ടു എന്താണ്? 800. 3 ജനറേറ്റിംഗ് യൂണിറ്റും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോ പർട്ടിക്കുലർ ജനറേറ്റ് ചെയ്യണം. ടോട്ടൽ എന്തായിരിക്കണം? 800 ആയിരിക്കണം. കുറവ് വരാൻ പാടില്ല, കൂടുതൽ വരാൻ പാടില്ല. കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എന്താണ് നഷ്ടപ്പെട്ടു പോകും. കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നഷ്ടമാണ്. കാരണം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് PG1 പ്ലസ് PG2 പ്ലസ് PG3 ഈക്വൽ ടു 800. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലുള്ള ഇക്വേഷൻ നമ്പർ 4
തൊട്ട് മുന്നിൽ നമ്മൾ എന്തെങ്കിലും ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അതിനെ സം ചെയ്യാണ്. അപ്പോൾ PG1 + PG2 + PG3 = എന്ത് വരും? ലാംഡ മൈനസ് B1 ഡിവൈഡ് ബൈ A1, അതാണ് PG1, പ്ലസ് ലാംഡ മൈനസ് B2 ഡിവൈഡ് ബൈ A2, അതാണ് PG2, പ്ലസ് ലാംഡ മൈനസ് B3 ഡിവൈഡ് ബൈ A3, അതാണ് PG3 എന്ന് പറയുന്നത്. ദെൻ ആ ഇക്വേഷൻ എന്തുണ്ടാവും? PG1 + PG2 + PG3 പറഞ്ഞാൽ എന്താണ്? 800 ആണ്. അപ്പോൾ 800 = ലാംഡൻ്റെ ടേമുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്തുണ്ടാവും? ലാംഡ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ A1 പ്ലസ് 1 ഡിവൈഡ് ബൈ A2 പ്ലസ് 1 ഡിവൈഡ് ബൈ A3, പിന്നെ മൈനസ് ബാക്കിയുള്ള ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതുക. B1/A1 പ്ലസ് B2/A2 പ്ലസ് B3/A3. അല്ലേ നമ്മൾ കൊടുക്കുകയാണ്. A1ൻ്റെ വാല്യൂ ഒക്കെ ഇവിടെ ഇക്വേഷൻ നമ്പർ 2-ലുണ്ട്. A1 P1 + B1 ആണ്. അപ്പോൾ A1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0.008. B1ൻ്റെ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 നോക്കിയാൽ മതി. ഇക്വേഷൻ നമ്പർ 2 ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കാണുന്ന എന്താണ്? A1 P1 + B1 ആണ്, A2 P2 + B2 ആണ്, A3 P3 + B3 ആണ്. അപ്പോൾ A1 എന്താണ്? 0.008 ആണ്. B1 എന്ന് പറയുന്നത് 5.3. A2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.012. B2 പറയുന്നത് 5.5. A3 0.018. B3 5.8. അത് ഇതിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്തുണ്ടാകും? ലാംഡ ഇൻറ്റു 800 = ലാംഡ ഇൻറ്റു 263 മൈനസ് 0.88 മൈനസ് ബാക്കിയുള്ള നമ്മളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? 1443.05 കിട്ടും. ദെൻ 263.88 ലാംഡ = എന്താണ്? 800 + 1443 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്തിനാണ് നമുക്ക് ഇങ്ങനെ കിട്ടും. ലാംഡൻ്റെ വാല്യൂ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ 8.5 കിട്ടും. ദെൻ നമുക്ക് കാണാം ഇതിന് തന്നെ എന്താ പറയുന്നത്? എക്കണോമിക് ഡിസ്പാച്ച് പറയുന്നത് ലാംഡ അറിയണ വാല്യൂ. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് PG1 ആണ്, രണ്ടാമത്തെ എന്ത് ചെയ്യാണ്? PG2 ആണ്, മൂന്നാമത്തെ PG3. അങ്ങനെ 3 ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PG1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന മുകളിൽ PG1ൻ്റെ ഇക്വേഷൻ ഉണ്ട്. ലാംഡ മൈനസ് B1 ഡിവൈഡ് ബൈ A1. B1 അറിയാം, A1 അറിയാം, ലാംഡ നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? PG1ൻ്റെ ഇക്വേഷൻ കിട്ടും. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? PG1 = ലാംഡ മൈനസ് B1 ഡിവൈഡ് ബൈ A1. ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 8.5 മൈനസ് 5.3 ഡിവൈഡ് ബൈ 0.008 ചെയ്ത് കഴിഞ്ഞാൽ 400 മെഗാവാട്ട് കിട്ടും. ഒന്നാമത്തെ ജനറേറ്റ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്താണ്? 400 മെഗാവാട്ടാണ്. PG2 ലാംഡ മൈനസ് B2 ഡിവൈഡ് ബൈ A2. ലാംഡൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 8.5 മൈനസ് 5.5 ഡിവൈഡ് ബൈ 0.012 = എത്രയാണ്? 250 മെഗാവാട്ടാണ്. PG3 = എന്താണ്? ലാംഡ മൈനസ് B3 ഡിവൈഡ് ബൈ A3 = 8.5 മൈനസ് 5.8 ഡിവൈഡ് ബൈ 0.018 = എന്താണ്? 150 മെഗാവാട്ടാണ്. ഇതാണ് ടോട്ടൽ ജനറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ വാല്യൂ കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് എന്താണ്? എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് 800 മെഗാവാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ 800 ഇത് 3 കൂടി ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഒന്നാമത്തെ യൂണിറ്റ് 400, രണ്ടാമത്തെ ജനറേറ്റ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് 250, മൂന്നാമത്തെ യൂണിറ്റ് 150. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 400 + 250 650 വന്നു. 650 + 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 800 മെഗാവാട്ട് വരും. ചെക്ക് ചെയ്യാൻ എന്താണ്? PG1 PG2 PG3 കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിമാൻഡ് പവർ കിട്ടണം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ PDF ഇതിൻ്റെ കൂടെ വിടാം. പുറമെ ഒരു അഡീഷണൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ സോൾവ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ വെച്ചിട്ടുള്ള ഐഡിയ വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണേ? ഒരു എന്താണ് ഹോംവർക്ക് എന്നുള്ള അസൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യുക? ചോദിക്കുക. എനിവേ ഓക്കെ, താങ്ക്സ്.